ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു തിരുവചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും, പരിശുദ്ധനും ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധനും പരിശുദ്ധനും സത്യവാനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായവൻ കൈവശവുമുള്ളവനും അരുളി ചെയ്യുന്നു, ഇതാ നിന്റെ മുമ്പിൽ ഇതാ നിന്റെ ഒരു മുമ്പിൽ വിശാലമായ വാതിൽ ഒരു വിശാലമായ വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ തുറന്നു വച്ചിരിക്കുന്നു. നമ്മൾ പാടുകയായിരുന്നു, വാതിൽ തുറക്കണമേ. കർത്താവിന്റെ വചനം ഒരിക്കൽ കൂടി ഏറ്റുപറയാം. വലതുകരം ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധനും പരിശുദ്ധനും സത്യവാനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനുമായവൻ കൈവശമുള്ളവനുമായവൻ അരുളി ചെയ്യുന്നു, ഇതാ നിന്റെ മുമ്പിൽ ഇതാ നിന്റെ ഒരു മുൻപിൽ വിശാലമായ വാതിൽ ഒരു വിശാലമായ വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. തുറന്നു വെച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു കൃപയുടെ വാതിൽ, സൗഖ്യത്തിന്റെ വാതിൽ, അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമ്മൾ കൂടുതൽ വിടുതലിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുകയാണ്. ഹീലിംഗ് റോസറി എന്നാണ് ഈ സമയത്തിന് നാം പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിൻ്റെ ജപമാല. ഇന്ന് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ 5 രഹസ്യങ്ങളിലും വലിയ വിടുതലിനും വലിയ സൗഖ്യത്തിനുമായി നാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ ഈ രാത്രിയിൽ നൈറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരും വിശ്വസിക്കണം. ദൈവം എൻ്റെ രോഗം സൗഖ്യമാക്കും, എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിടുതൽ തരുമെന്ന് നിങ്ങളെല്ലാവരും വിശ്വസിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഈ ജപമാലയിൽ പങ്കെടുക്കണം. ഗെത്സമനിയിൽ ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നത് മുതൽ ഗാഗുൽത്തായിൽ സ്വന്തം ജീവൻ മാനവകുലത്തിന് വേണ്ടി അല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി അർപ്പിച്ചതിൻ്റെ ത്യാഗങ്ങൾ അനുസ്മരിച്ച് ജപമാലയുടെ ഓരോ രഹസ്യത്തിലും നാം തുടർന്നുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. വലിയ വിടുതൽ, വലിയ സൗഖ്യങ്ങൾ ഈ സമയങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും. വേദപഠിതാക്കളൊക്കെ പറയുന്നു, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ദുഃഖരഹസ്യങ്ങൾ ധ്യാനിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ആ സമയങ്ങളിൽ അതിശയകരമായ ദൈവിക ഇടപെടൽ, ദൈവിക സൗഖ്യം, ദൈവിക വിടുതൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബത്തിലും കടന്നു വരാൻ ദൈവം അനുവദിക്കും. ഇത് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം അവൻ്റെ പീഡാസഹനങ്ങളാണ് എൻ്റെ നിങ്ങളുടെയും മാനവകുലത്തിൻ്റെയും സമ്പൂർണമായ വിടുതലിന് ദൈവപിതാവ് കണ്ട മാർഗം. ആകയാൽ ദുഃഖരഹസ്യങ്ങൾ ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിശയകരമായ സൗഖ്യം നടക്കും, അത്ഭുതകരമായ സൗഖ്യം നടക്കും. ഈ ജപമാലയിൽ പങ്കെടുക്കുന്ന രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക ഞെരുക്കമുള്ളവർ, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലാണ് വിടുതൽ ആവശ്യമുള്ളത് എന്ന് അവരവർക്കാണ് അറിയാവുന്നത്. അപ്പോൾ ഹൃദയപൂർവ്വം വെറുതെ അങ്ങ് ചൊല്ലിപ്പോകാതെ നിശ്ചയമായി വിശ്വസിച്ച് ഓരോ രഹസ്യങ്ങളിലും സജീവമായി പങ്കെടുക്കുമ്പോൾ അതിശയകരമായ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ പറയുന്നു, സഭ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൾ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്തവളാണ്. ഓരോ ജപമാല മടികളിലൂടെ കടന്നു പോകുമ്പോൾ അവൾ സത്യമായും സന്നിഹിതയാണ്. പ്രിയമുള്ളവരെ, സാത്താൻ ഏറ്റവും ഭയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. അതുകൊണ്ട് ശക്തമായ ഡെലിവറൻസുകൾ, നാളുകളായിട്ടുള്ള ചില പാപ ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിലെല്ലാം അഴിഞ്ഞു മാറാൻ സ്വർഗം കരുതുന്ന സമയത്തിലേക്ക് നാം വിശ്വാസത്തോടെ കടന്നു വരികയാണ്.
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരും. നിങ്ങൾ എല്ലാവരും ചേർന്ന്, നിങ്ങൾ കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, എവിടെയായിരുന്നാലും സ്നേഹത്തോടെ വിശ്വാസത്തോടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചു സ്നേഹത്തോടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാമറിയമേ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ സമൂഹത്തിന്റെയും തിരുസഭയുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ആവേ മരിയ, ആവേ മരിയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഉണർവോടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുകയാണ് നമ്മൾ ഈ സമയങ്ങളിൽ. നമ്മൾ ഗാന ശുശ്രൂഷകളോട് ചേർന്ന് ഈ പാട്ടിൻ്റെ വരികളിലോട് ചേർന്ന് മാതാവിനെ പ്രകീർത്തിച്ച് നമ്മൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പാടാം. കരമൊന്നടിക്കാമോ? നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ നാഥേ, സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മേ, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ മാതാവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ മാതാവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ മാതാവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ മാതാവേ, ഞങ്ങളെ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ശാന്തമായിരിക്കാം. ജപമാല കരങ്ങളെടുത്ത് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. ഈശോ ചോര വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഒന്നാം രഹസ്യത്തിൽ നിരവധിയായ വിവിധങ്ങളായ ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ ടി വിയുടെ മുമ്പിലുണ്ടായിരിക്കാം. ഈ സമൂഹത്തിലും അപ്രകാരമുള്ളവരുണ്ടായിരിക്കാം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അടിമപ്പെട്ടാൽ അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവസാനം നീ ഒരു ഉണക്കമരമായിത്തീരും. എന്ന് പറഞ്ഞാൽ ആത്മാവിലും ശരീരത്തിലും ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ അവ ഒരു കാളക്കൂറ്റൻ നമ്മെ കുത്തി മലർത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. സ്നേഹമുള്ളവരെ, ഈശോ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചതിൻ്റെ അനന്ത യോഗ്യതയാൽ വിവിധങ്ങളായിട്ടുള്ള ആസക്തികൾക്ക് അടിമപ്പെട്ടു പോയവർ അവരെ ഇപ്പോൾ സ്നേഹത്തോടെ സമർപ്പിക്കാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരിൽ ചിലരെങ്കിലും ചില തരത്തിലുള്ള പ്രത്യേകമായ ആസക്തികൾക്ക് അടിമപ്പെട്ടവരുണ്ടാകാം. മദ്യപാനത്തിൻ്റെ ആസക്തി, മയക്കുമരുന്ന്, ജഡികമായ ആസക്തികൾ, തഴക്കദോഷങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ പാപബന്ധനങ്ങളിൽ പെട്ടവരുണ്ടാകാം. നമ്മളിൽ ചിലരെങ്കിലും ഏറെ നാളായി ഇപ്രകാരമുള്ള പാപത്തിൻ്റെ ആസക്തികളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കാം. ചിലർക്ക് ഭക്ഷണത്തോടുള്ള അമിത ആസക്തി, എന്ത് തിന്നാലും വിശപ്പ് മാറാത്ത പോലെയുള്ള ഏത് ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ മാറി മാറി കഴിക്കാനുള്ള ഒരു ത്വര, ഇതൊക്കെ ആസക്തികളിൽ പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആസക്തികളെ ബന്ധിതമായിട്ടുള്ള ആത്മാക്കളും വ്യക്തികളും ഈ രാത്രിയിൽ വിടുതൽ പ്രാപിക്കാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം. കണ്ണുകളൊന്ന് അടച്ച് ഏതെങ്കിലും തരത്തിൽ പാപത്തിൻ്റെ ആസക്തി വരിഞ്ഞു മുറിക്കുന്നത് മൂലം ദൈവാനുഗ്രഹം കുറഞ്ഞുപോയ, സൗഖ്യം കുറഞ്ഞുപോയ ഏതെങ്കിലും ജീവിതങ്ങളാണോ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവെ, വിടുതലായി ശക്തിയായി ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഒരുപക്ഷെ മക്കളായിരിക്കാം, കൂടെയുള്ളവരായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, ഒരു ഭയങ്കര വിടുതൽ ഈ ജപമാല രഹസ്യത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം പ്രാർത്ഥിക്കാം. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ.
തരുന്ന യേശുവിൻ്റെ നാമത്തെ ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി എൻ്റെ യേശുവേ എന്ന് വിളിക്കാമോ? വിടുതലുകൾ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. രണ്ട് ഗണമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സുഖത്തിലേക്ക് അറിയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ, 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 മരിയ, ആവേ 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 മരിയ, ആവേ
ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയുടെ അടിപ്പിണരുകളുടെ വേദനകളോട് ചേർത്ത് പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഒറ്റപ്പെട്ടു പോയവർ, കുടുംബങ്ങളിലെ നിരന്തരമായ കലഹങ്ങൾ കൊണ്ട് ഏകാന്തതയുടെ തടവറയിലാക്കപ്പെട്ടവർ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ദുഃഖം ഹൃദയത്തിൽ പേറുന്ന ഓരോ മക്കളും ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ വേദന ഉയർത്തി പ്രാർത്ഥിക്കാം. എനിക്കാരുമില്ല എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന തേങ്ങലുകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ഈശോ തീർച്ചയായും തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം വചനത്തിലൂടെ അവിടുന്ന് ഉറപ്പ് നൽകുന്നുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല എന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നുണ്ട് വചനത്തിലൂടെ. ഈശോയുടെ ഈ വലിയ സ്നേഹം തിരിച്ചറിയാനും അവിടുത്തെ സാന്നിധ്യത്തിൽ ആനന്ദം കണ്ടെത്താനും ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്ന ഓരോ മക്കൾക്കും സാധിക്കുന്നതിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പിതാവിൻ്റെ നേരെ കരങ്ങൾ ഉയർത്തി, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് അല്പസമയം ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹം കൊണ്ട് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരുമില്ലപ്പാ, ആരും സഹായിപ്പാനില്ല. ഓ ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓമനയായി കൺമണിയായി എന്നെ മാറോട് ചേർക്കുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോട് ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോട് ചേർത്ത് വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ സമയങ്ങളിൽ ഓർക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്, രോഗികളായിട്ടുള്ളവർ. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് രോഗികളായിട്ടുള്ളവർ. അവരെല്ലാം നമുക്ക് ഈ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു രോഗം വന്നാൽ മതി മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും തളർന്നു പോകാനായിട്ട്. അങ്ങനെ തളർന്നു പോയ ഒരുപാട് വ്യക്തികളും ഒരുപാട് കുടുംബങ്ങളും ഉണ്ട്. അവരെല്ലാം നമുക്ക് ഈ സമയങ്ങളിൽ ഈ രഹസ്യത്തോട് ചേർത്ത് വെക്കാം. ഈശോ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് രോഗികളെ കരുതിയത്. രക്തസ്രാവം വന്ന സ്ത്രീയോട് അവിടുന്ന് കരുണ കാണിച്ചല്ലോ. ആ കരുണ രോഗാവസ്ഥയിലുള്ള എല്ലാവരുടെയും മേലുണ്ടാകണമേ എന്ന് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. തളർവാദ രോഗിയോട് കാണിച്ച കരുണ നമുക്ക് ഈ സമയങ്ങളിൽ ഓർക്കാം. ഈശോയെ ഈ സമയങ്ങളിൽ ഞങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾക്ക് പരിചയമുള്ളവരുടെ ഇടയിലുമുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ഈശോയെ, വിവിധതരം ക്യാൻസർ രോഗം മൂലം ക്ലേശിക്കുന്നവർ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ഈശോ സമർപ്പിക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്നവർ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു, സമർപ്പിക്കുന്നു. ഈശോയെ, പേര് പോലും അറിയാത്ത മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈശോയെ, അവരെല്ലാം ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. രോഗം വന്നതിൻ്റെ പേരിൽ സാമ്പത്തികമായി തകർന്നു പോയ കുടുംബങ്ങളെ കൂടി ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. കർത്താവേ, ഈശോയെ, അവരെല്ലാം ഞങ്ങൾ ഈ സമയങ്ങളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ.
വേദനിക്കുന്ന എന്റെ സർവസ്വവും നീയേ, അവരുടെ വേദനകൾ കൊടുത്തുകൊണ്ട് രക്ഷകാ, എന്റെ സർവസ്വവും നീയേ. ഈശോയുടെ തിരുമുറിവുകളോട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലിക്കാഴ്ച വയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരയിൽ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരയിൽ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.
കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോ സഹിച്ച ഈ പീഡകളോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ രാത്രിയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ചും ഈ നാളുകൾ എല്ലാ വിദ്യാർത്ഥികളും എക്സാം എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. ആഗ്രഹിച്ചതുപോലെ ഉന്നതമായ ഒരു വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്തൊക്കെ പോകുവാനായി പലതരത്തിലുള്ള എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. ആഗ്രഹിക്കുന്ന ഒരു സ്കോർ നൽകി ഒരു സ്കോർ ലഭിക്കുവാൻ ഈശോയോട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നിരവധിയായ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി അനേകർ ഓടുന്ന നാളുകളാണല്ലോ ഇത്. പ്രത്യേകിച്ച് നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി വിവിധ കോളേജുകളിൽ കയറി ഇറങ്ങുന്നു. അനേകർ ഈ നാളുകളിൽ അതിനുവേണ്ടി സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല ബാങ്കുകളിൽ ലോണുകൾക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർ, സാമ്പത്തികമായ ഒട്ടേറെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഈ രാത്രിയിൽ അമ്മയുടെ കരങ്ങളിലേക്ക് അവയെല്ലാം നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഒത്തിരിയേറെ പഠിച്ചിട്ടും ജോലി ലഭിക്കാതെ ക്ലേശിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെയൊക്കെ ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിരവധി സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എവിടെ നിന്നും വിളി ലഭിക്കാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, മനസ്സ് നിരാശയിൽ അകപ്പെട്ടു പോയ അനേകം ജീവിതങ്ങളുണ്ട്. അവരെയൊക്കെ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് അമ്മ വഴിയായി നമുക്ക് കൊടുക്കാം. നമ്മുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ഈ ഉയർത്തിയ കരങ്ങളിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുക. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലിക്ക് വേണ്ടി നിരവധിയായ എക്സാമുകൾ എഴുതി ഉയർന്ന സ്കോറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനേക തവണ എഴുതിയിട്ടും പരാജയപ്പെട്ടു പോയവരെ, നിരാശയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി നാളുകളിൽ വിവിധ വാതിലുകളിൽ മുട്ടി ഒന്നും തുറക്കാതെ നിരാശയിലും സങ്കടത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അഡ്മിഷന് വേണ്ടി വിവിധ കോളേജുകളിൽ നിരവധി തവണകൾ കയറിയിറങ്ങുന്ന കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബാങ്ക് ലോണിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഉയർത്തിയ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ആരാധിക്കുക. ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. ദൈവം പുതിയ വഴികൾ നമുക്കായി തുറക്കട്ടെ. അവൻ അടഞ്ഞ വഴികൾ തുറക്കുന്നവനാണല്ലോ. അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ സാധിക്കുകയില്ലല്ലോ. ഈ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ പെയ്തിറങ്ങട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം കടന്നു വരട്ടെ. അനുഗ്രഹത്തിന്റെ വാതിലുകൾ നമുക്കായി അവൻ തുറക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മഹത്വം, 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 ആരാധന, ആരാധന. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരീൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരീൻ വാതിൽ അടച്ചിടുമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ താങ്ങിയിടണമേ. കനിവോലും നിൻ തിരുകൈകൾ നീട്ടി എന്നെ കരുതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോ നമ്മുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച സ്നേഹം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മ വഴിയായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് തൊഴിൽ മേഖലകളിൽ
ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. ജീവിതം പുലർത്തുവാൻ, കുടുംബത്തെ നയിക്കുവാൻ ശരിയായ വരുമാന മാർഗം കണ്ടെത്താൻ കഴിയാത്തവരെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി മേഖലകളിൽ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നവർ, വർക്ക് പ്രഷർ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാസങ്ങളായി സാലറി കിട്ടാതെ വിഷമിക്കുന്നവരെ നമുക്ക് ഓർക്കാം. കടബാധ്യതകളിൽ പെട്ടുപോയവരെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് നമ്മുടെ ഇത്തരം സാഹചര്യങ്ങളെ സമർപ്പിക്കാം. മാതാവേ, ഈശോയുടെ അടുത്ത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജോലി മേഖലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ സമ്പത്ത് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥകൾ, കുടുംബത്തെ മുൻപോട്ട് നയിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ പക്കൽ ഇങ്ങനെയുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. ഈ രാത്രിയിൽ ഒരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ ജീവിതത്തിൽ, വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്നവരുടെ ജീവിതത്തിൽ, കാർഷിക മേഖലകളിൽ വിഷമിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ഇടപെടുന്ന ഒരു രാത്രിയായി ഈ ദിനത്തെ അമ്മ മാറ്റണമേ. അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കാരുണ്യം ഈ മേഖലയിൽ വെളിപ്പെടാൻ നമുക്ക് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ മേഖലകളിൽ ക്ലേശം അനുഭവിക്കുന്നവർ ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങളുടെ കാർഷിക മേഖലകളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കണമേ കർത്താവേ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ. അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ധന്യാമേരി വിമലാംബേ, ദേവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പരിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുര
ഭാവിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ